ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ തിയറി നോമിയുടെ എപ്പിസോഡ് 3 വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ അങ്ങനെ 3000 വാച്ച് അവേഴ്സ് ക്രോസ് ചെയ്ത ഒരു യൂട്യൂബ് പാർട്ട്ണർ ആയിരിക്കുകയാണ് ഗൈസ്. ആർട്സ് വഴിയുള്ള മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ല. അതിന് ഇനി ഒരു 1000 വാച്ച് അവേഴ്സ് കൂടെ കംപ്ലീറ്റ് ആകണം. സോ അതിന് നിങ്ങളുടെ കട്ട സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. പിന്നെ ഇപ്പോഴത്തേക്ക് സൂപ്പർ താങ്ക്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അതിനൊന്നും ഇല്ലേ? അപ്പോൾ ഗൈസ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ കുറേ അധികം പേർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ കമൻസ് കൂടുന്നത് നമ്മുടെ വീഡിയോ റീച്ച് ആകാൻ സഹായിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന്. സോ ഇനി അധിക സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വൺ പീസ് വേൾഡിൽ ഗെയിംസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാണാം. ഇപ്പോൾ സ്കൈപ്പിയിൽ എനേരു ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സർവൈവൽ ഗെയിം. 81 പേരിൽ 5 സർവൈവേഴ്സ് ഉണ്ടാകും എന്നൊക്കെ പുള്ളി മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്ത് ഒരു സെറ്റപ്പ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എൽബാഫിലും ഗോഡ് നൈറ്റ്സ് പിന്നെ ഇമു ഒക്കെ റിവേഴ്സി ഗെയിമിന്റെ പാറ്റേണിലാണല്ലോ ജയൻസിനെ ഡീമൻസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തിയറി എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നമ്മൾ റിവേഴ്സിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ റിവേഴ്സിയുമായിട്ട് വളരെ സിമിലാരിറ്റീസ് ഉള്ള ഈ വൺ പീസ് വേൾഡിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കരുതുന്ന ഒരു ഗെയിമിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഗോ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഒനിഗാഷിമയിലുള്ള ആ ഒരു ഫൈറ്റിന്റെ ടൈമിൽ CP0 ഏജൻസ് ഇരുന്ന് കളിച്ചൊരു ബോർഡ് ഗെയിം ഉണ്ടല്ലോ, അതായത് ഏത് സൈഡാണ് ജയിക്കാൻ ചാൻസ് ഉള്ളതെന്ന് ഇങ്ങനെ നമ്മളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗെയിം, അതാണ് ഗോ. റിവേഴ്സി പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോയിൻസ് വെച്ചിട്ട് 2 പേര് കളിക്കുന്ന ഒരു സ്ട്രാറ്റജി ഗെയിമാണ് ഗോ. റിവേഴ്സിയിൽ ഓപ്പണൻസിന്റെ കോയിൻ നമ്മുടെ കോയിൻസിനിടയിൽ വരുമ്പോൾ അത് ഫ്ലിപ്പ് ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ബോർഡിലുള്ള കളർ വിജയിക്കും. എന്നാൽ ഗോയിൽ വരുമ്പോൾ ഇതൊരു ടെറിട്ടറി പിടിച്ചടക്കുന്നത് പോലെ ഒരു സെറ്റപ്പാണ്. അതായത് ഒരു ബ്ലാക്ക് കോയിനെ വൈറ്റ് കോയിൻസ് സർക്കിൾ ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലാക്ക് കോയിന്റെ കൺട്രോളിലുള്ള ആ പ്രദേശം, ആ ടെറിട്ടറി ഈ വൈറ്റ് കോയിൻസ് കയ്യേറി എന്നാണ്. ആ ബ്ലാക്ക് കോയിനെ ഈ ബോർഡിൽ നിന്നെടുത്ത് മാറ്റുകയും ചെയ്യും. അങ്ങനെ ഓരോ പ്രദേശങ്ങൾ ഇങ്ങനെ പിടിച്ചടക്കി പോകുന്ന ഒരു രീതി. ഇപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമു ഈ ഗോ ഗെയിമിന്റെ കൺസെപ്റ്റിൽ ഈ വൺ പീസ് വേൾഡ് തന്നെ കൺട്രോൾ ചെയ്യുകയാണ്. അങ്ങനെ പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഈ ഗോ ഗെയിം കളിക്കുന്ന ബോർഡിൽ 8 ഡാർക്ക് പോയിന്റ്സ് ഉണ്ടായിരിക്കും, ബ്ലാക്ക് പോയിന്റ്സ്. അതിനെ സ്റ്റാഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം 5 എൽഡേഴ്സിനെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഒരു 5 പ്ലാനറ്റ്സിൻ്റെ പേരിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 3 ഏൻഷ്യൻറ്റ് വെപ്പൺസിൻ്റെ നെയിം ആണെങ്കിൽ ബാക്കിയുള്ള 3 പ്ലാനറ്റ്സിൻ്റെ റെഫറൻസ് ആണ്. അപ്പോൾ ടോട്ടൽ 8 ആയല്ലോ. ആ 8 സ്റ്റാഴ്സ് ബോർഡിൻ്റെ നടുക്കുള്ള സ്ഥലത്തിനെ ടെങ്കൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ഗെയിം പ്ലേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഈ ടെങ്കൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് ഹെവൻ അല്ലെങ്കിൽ സെലസ്റ്റിയൽ ഒറിജിൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതായത് ദൈവം, സ്വർഗം റിലേറ്റഡ്. അങ്ങനെ ഒരു സ്ഥലം വൺ പീസ് വേൾഡിൽ ഏതാണെന്ന് നമ്മൾ ഒരുപാട് തലപോകേണ്ട ആവശ്യമില്ലല്ലോ. മെരി ജോയ്സ് തന്നെ. ഈ ഗോയിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവിനെ ഡിവൈൻ മൂവ് എന്ന് വിളിക്കാറുണ്ട്. ഹാൻഡ് ഓഫ് ഗോഡ്, അതായത് ദൈവത്തിൻ്റെ കൈകൾ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗെയിം പ്ലേ. ഇതിപ്പോൾ ഗോയിൽ മാത്രമല്ല, എല്ലാ ഗെയിംസിലും ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവിനെ ഇങ്ങനെ വിളിക്കാറുണ്ട്. നമ്മുടെ 86-ലെ വേൾഡ് കപ്പിൽ മർഡോണ അടിച്ച ആ ഗോൾ നെയിം ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ വൺ പീസിലേക്ക് വരികയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ കൈകൾ അത് ഇമുവിൻ്റേതാണ്. ഇമു ആണ് ആ ബോർഡിലെ ആ ഗെയിം ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ആ കറുപ്പും വെള്ളയും കരിക്കളെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാത്തിൻ്റെയും മുകളിലൊരു കൺട്രോൾ, എല്ലാ ടെറിട്ടറിയുടെയും മുകളിലൊരു കൺട്രോൾ ഉണ്ടാക്കി ഓരോ സ്ഥലങ്ങളായിട്ട് വേൾഡ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാക്കിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ എൽബാഫിൽ ചെയ്യുന്നത് പോലെ. ഇനി നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ കൺസെപ്റ്റിലേക്ക് ഡി ക്ലാനിലെ മെമ്പേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഈ വൺ പീസ് വേൾഡ് എന്ന് പറയുന്നത് ഈ ഗോ ഗെയിം കളിക്കുന്ന വലിയൊരു ബോർഡാണ്. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും പിന്നെ ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ പോലെ ടോപ്പിലുള്ള ആൾക്കാരും അതിലെ വെളുപ്പും കറുപ്പും നിറത്തിലുള്ള കല്ലുകളാണ്. ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമുവാണ്. അപ്പോൾ ഈ ഇമുവിൻ്റെ കൺട്രോളിലല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് മൂവ് ചെയ്യുന്ന കുറച്ച് കല്ലുകൾ ആ ബോർഡിലുണ്ടെങ്കിൽ അതായിരിക്കും വിൽ ഓഫ് ഡി അല്ലെങ്കിൽ ഡി ക്ലാനിൽ പെട്ട ആൾക്കാർ. അവരെപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അതായത് ഈ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയുന്നത് പോലെ. സ്കൈപ്പിയിൽ സംഭവിച്ചിരുന്നതും അത് തന്നെയാണല്ലോ. എനേരു പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഗെയിം ലൂഫി ഒന്ന് പൊളിച്ചു കൊടുത്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇമുവിൻ്റെ ഈ ഒരു വലിയ ഗെയിമിൽ അവർക്കൊട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്ന കുറച്ച് കല്ലുകളാണ് ഈ ഡി ക്ലാനിൽ പെട്ട ആൾക്കാർ. അതുകൊണ്ടാകാം അവരെ ദൈവത്തിൻ്റെ നാച്ചുറൽ എനിമീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒഹാരയിൽ സംഭവിച്ച ബെസ്റ്റർ കോൾ ആണെങ്കിലും ഇമുവിൻ്റെ ഫുൾ പ്ലാൻ അനുസരിച്ച് നടന്നൊരു പരിപാടിയാണ്. അവിടെ ആ ഗെയിം പ്ലാൻ ആകെ ഒന്ന് തകിടം മറിച്ചത് ഒരു ഡി ക്ലാനിൽ പെട്ട ആളാണ്, ജാഗ്വർ ഡി സോൾ. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ ഡി ക്ലാനിലെ മെമ്പേഴ്സിനെല്ലാം ഒരുതരം ചെക്കേർഡ് ഫെയ്റ്റ് ആണ് ഉള്ളത് എന്നൊരു ഡയലോഗ് വൺ പീസിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചെക്കേർഡ് ഫെയ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് മുഴുവൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നടക്കുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഈവൻസ് ആണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ആ ഒരു റേഞ്ച് കുറച്ച് കൂടുതലായിരിക്കും. ഒരു ചെക്കേർഡ് പാറ്റേൺ, അതായത് നമ്മുടെ ഈ ചെസ് ബോർഡിലെ പോലെയും പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ ഗോ ഗെയിമിലെ പോലെയും കറുപ്പും വെളുപ്പും കള്ളികൾ ഇങ്ങനെ മാറി 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 വരുന്നത് പോലെ ജീവിതത്തിലും
അങ്ങനെ ഒരു പാറ്റേൺ. ലോയും സെങ്കോക്കുവും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സീനിൽ ലോയുടെ പേരിൽ ഡി ഉണ്ട് എന്ന് പുള്ളി പറയുമ്പോഴത്തേക്ക് സെങ്കോക്കു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവനും ചെക്കേഡ് ഫേറ്റ് ഉള്ള ഒരാളാണല്ലോ എന്ന്. അതേപോലെ 5 എൽഡേഴ്സ് സാബോയെ പറ്റി സംസാരിക്കുന്ന ഒരു സീനിൽ പറയുന്നുണ്ട്, അവന്റെ പേരിൽ ഡി ഇല്ലെങ്കിൽ പോലും അവനും ഒരുതരം ചെക്കേഡ് ഫേറ്റ് ആണുള്ളതെന്ന് തോന്നുന്നു. കാര്യം കുറേ ഡി ക്ലാൻ മെമ്പേഴ്സുമായിട്ട് ഒരു അസോസിയേഷനിലാണ് അവൻ എപ്പോഴും ഉള്ളത് എന്ന്. ഈ ഗോയുടെ ആ ഒരു ഗെയിം പ്ലേയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എനിമീസിന്റെ ആ ഒരു കല്ലുകൾ അതിനെ പെർഫെക്റ്റ് ഷേപ്പിൽ നമ്മൾ വളഞ്ഞു കഴിയുമ്പോഴാണ് ആ ടെറിട്ടറി നമ്മൾ പിടിച്ചടക്കുന്നത്. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന ഷേപ്പുകൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ അത് ചില സമയത്ത് കൊലാപ്സ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഷേപ്പുകളെ വിളിക്കുന്നത് ഡാങ്കോ എന്നാണ്. ഈ ഡാങ്കോ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്. ഒനിഗാഷിമേൽ ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് എനിമീസിനെ എല്ലാം ഈ സ്ട്രോഹാറ്റ്സിന്റെ പക്ഷത്താക്കിയത് നമ്മുടെ ഒറ്റാമയുടെ ആ ഒരു എബിലിറ്റി വെച്ചിട്ടാണ്. അതിന്റെ പേരാണ് കിബി ഡാങ്കോ. സോ ഇത് കാരണം കൈദോയുടെ ആ ടീമിന്റെ ഫോർമേഷൻ കൊലാപ്സ് ആയി ഒരുപാട് ടെറിട്ടറീസ് സ്ട്രോഹാറ്റ്സ് ടീം പിടിച്ചടക്കി. ഇപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ മനസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഇത് ഒറ്റാമ ചെയ്ത ഒരു ഡെവിൾ ഫ്രൂട്ടിന്റെ പവറോടുകൂടിയാണെങ്കിൽ ഈ ഡി ക്ലാനിലെ മെമ്പേഴ്സിന് ഇതേപോലെ ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരുടെ കൂടെ നിർത്താനുള്ള കഴിവുണ്ട്. ലൂഫി ആണെങ്കിൽ മറൈൻ ഫോർഡിലേക്ക് ഒരു പടയെ തന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ മിഹുവാക്ക് പറയുന്നുണ്ട്, ഇവനെ സഹായിക്കാൻ എപ്പോഴും ആൾക്കാർ ഇവന്റെ കൂടെ കൂടും, അതിനുള്ള എന്തോ ഒരു ക്വാളിറ്റി ഇവനുണ്ട്. അപ്പോൾ ഒരുപാട് പേരെ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കൂടെ നിർത്തി ഇപ്പോൾ എമുവിന്റെ കൺട്രോളിലുള്ള ഈ ഗെയിം തന്നെ ഗതി മാറ്റി വിടാൻ കഴിവുള്ള ആൾക്കാരാണ് ഈ ഡി ക്ലാനിലെ മെമ്പേഴ്സ്. അപ്പോൾ ഇത് ശരിയാണെന്ന് കാണിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. കുറച്ച് നോക്കുകയാണെങ്കിൽ കൈദോയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറഞ്ഞ് ഏസ് യമാറ്റോയെ കൺവിൻസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഗോവ കിങ്ഡമിലെ ആൾക്കാരെ കലാപം ഉണ്ടാക്കാൻ പറഞ്ഞ് ഡ്രാഗൺ ഇൻസ്പയർ ചെയ്യുന്നത്, ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ അവോക്കിജിയെ കൺവിൻസ് ചെയ്തിട്ട് ക്രൂവിൽ ചേർക്കുന്നത്, ലോ ആണെങ്കിൽ ലൂഫിയെ കൺവിൻസ് ചെയ്ത് ആ ഒരു അലയൻസ് ഉണ്ടാക്കിയത്. പിന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സിക്യൂഷൻ കാണാൻ വന്ന ആളുകളെ മുഴുവൻ കൺവിൻസ് ചെയ്ത് റോജർ ഒരു പൈറേറ്റ് ഇറ തന്നെ തുടങ്ങി വെച്ചത്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഡ്രം ഐലൻഡിൽ വെച്ച് ഡോക്ടർ കുറേഹ ചോപ്പറിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വലിയൊരു മുറിവുണ്ട്, അത് ഉണക്കാനായിട്ട് ആരെ കൊണ്ടും കഴിയില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചോപ്പറിനെ ലൂഫി കൺവിൻസ് ചെയ്ത് ക്രൂവിൽ ചേർത്തത് നമ്മളെല്ലാം കണ്ടതാണ്. ലൂഫി ഡി ക്ലാനിലെ മെമ്പർ ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കുറേഹ പറയുന്നുണ്ട്, സോ ദ വിൽ ഓഫ് ഡി ലീവ്സ് ഓൺ എന്ന്. സോ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഇതായിരിക്കണം വിൽ ഓഫ് ഡി. അതായത് ഒരു നിയമവും ബാധകമല്ലാതെ ഫ്രീ ആയിട്ട് കളിക്കുന്ന, ഗെയിം നിയന്ത്രിക്കുന്ന ഇമുവിന് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത, കളിക്കളം ഏത് രീതിയിൽ മാറ്റിമറിക്കാൻ കഴിയുന്ന ചെക്കേഡ് ഫേറ്റ് ഉള്ള ഒരു കൂട്ടം ആളുകൾ, ഡി ക്ലാൻ മെമ്പേഴ്സ്, ദ നാച്ചുറൽ എനിമീസ് ഓഫ് ഗോഡ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് താഴെ രേഖപ്പെടുത്താനും മറക്കണ്ട. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് തിയറിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.